പശ്ചിമബംഗാളിൽ പലയിടത്തും സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നൌഡയിൽ വോട്ടെടുപ്പിനിടെ പെട്രോൾ ബോംബ് പൊട്ടിത്തെറിച്ച് നിരവധി പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. മുർഷിദാബാദിലും സിലിഗുരിയിലും BJP TMC പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുകയും ചെയ്തിരിക്കുകയാണ്. ഡോങ്കൽ ബ്ലോക്കിൽ CPM തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലും സംഘർഷമുണ്ടായി. റഹീസ് റഷീദും നോബിൾ മാരിക്കാരനും വിവരങ്ങളുമായി എത്തിയും. റഹീസിലേക്കാണ്. റഹീസ്, ഇപ്പോൾ തമിഴ്നാട്ടിൽ കനത്ത ചൂടാണ്, അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ രാവിലെ തന്നെ പരമാവധി ആളുകൾ വന്ന് വോട്ട് ചെയ്യുന്നത്. നല്ല പോളിംഗ് ശതമാനം രേഖപ്പെടുത്തുകയാണ്. പക്ഷേ പോളിംഗ് സമയം 8 മണി വരെ നീട്ടണമെന്നാണ് ഇപ്പോൾ വിജയ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ നൽകാവുന്ന വിവരങ്ങൾ റഹീസ്? സ്മൃതി, തമിഴ്നാടിൻ്റെ തീരപ്രദേശങ്ങളിൽ കന്യാകുമാരി മണ്ഡലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ ഈ സമയത്തും നീണ്ട ക്യൂ മിക്ക പോളിംഗ് കേന്ദ്രങ്ങളിലും കാണാം. രാവിലെ മുതൽ ഈ പല സ്ഥലങ്ങളിലും നീണ്ട ക്യൂ ഉണ്ടായിരുന്നു. ആ ക്യൂ ഇപ്പോഴും തുടരുന്നതാണ് കാണുന്നത്. ഈ കന്യാകുമാരി മണ്ഡലത്തിൽ വന്നാൽ കന്യാകുമാരി ജില്ലയിൽ AIDMKയും DMKയും തമ്മിൽ നേരിട്ട് മത്സരിക്കുന്ന 6 മണ്ഡലങ്ങളിൽ ഒരേ ഒരു മണ്ഡലമാണ് കന്യാകുമാരി. ഇവിടെ മുൻ മന്ത്രിയും സിറ്റിംഗ് MLAയുമായ ദളൈ സുന്ദരമാണ് ഇവിടെ AIDMKയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. DMKയുടെ സ്ഥാനാർത്ഥിയായി R മഹേഷും മത്സരിക്കുന്നു. അദ്ദേഹം നാഗർകോവിൽ മുൻ മേയർ കൂടിയായിരുന്നു. ആ തരത്തിൽ നേരിട്ട് 2 ദ്രാവിഡ പാർട്ടികൾ തമ്മിൽ മത്സരിക്കുന്ന ഒരു മണ്ഡലം എന്ന പ്രത്യേകത കൂടിക്കൊണ്ട് അതുകൊണ്ട് തന്നെ നല്ല പോളിംഗ് ആണ് ഇവിടെ മത്സരിക്കുന്നത്. TVKയുടെ സ്ഥാനാർത്ഥിയും മത്സരിക്കുന്നുണ്ട്. ഇവിടെ കുറേയധികം ഫോണുകൾ ഇവിടെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് കാണാം. ഇത് സെല്ല് ஒரே ஒரு பையன் தான் இருக்குது. ஒரு பையன் தான் சார்ஜ். செல்லு சூஷிக்க இடவா? ஆமாம், நாங்கள் லீபரம் பஞ்சாயத்தில் இருந்து இது பண்ணிடுறோம். பஞ்சாயத்து தூய்மை பணியாளராக வேலை பார்க்குறோம். സെല്ല് ചെക്ക് ടോക്കൺ നമ്പർ. അതാണ് സ്മൃതി, നമ്മുടെ കേരളത്തെക്കാൾ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആണ് ഫോണിൻ്റെ കാര്യത്തിൽ. ഫോൺ അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇവിടെ ഫോൺ വെക്കണം, ടോക്കൺ കൊടുത്ത് അവർക്ക് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ.